വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസ്ഡ് സെറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എഫ് ബി എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ദെൻ ദ ഫോളോയിങ് അസേർഷൻസ് ആർ ഈക്വലൻറ്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എഫ് ഇസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് എനി കൺവെർജൻറ്റ് സീക്വൻസ് ഹൂസ് എലമെൻറ്റ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്, ദെൻ ലിമിറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പോലെയാണ് വരുന്നത്. അതായത് ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നു, തുടർന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നു. പ്രൂഫ് നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എഫ് ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ആർ. എഫ് ഒരു ക്ലോസ്ഡ് സബ്സെറ്റാണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? എഫിനകത്ത് നിന്ന് ഒരു കൺവെർജൻറ്റ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റും എഫിനകത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ എഫ് കൺവെർജിങ് ടു സം പോയിൻറ്റ് സ്മോൾ എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു സ്മോൾ എക്സ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സീക്വൻസ് ക്യാപിറ്റൽ എഫിലുള്ളതായിരിക്കണം. അതിൻ്റെ ലിമിറ്റാണ് നമുക്ക് ക്യാപിറ്റൽ എഫിലുണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ലിമിറ്റ് പോയിന്റ്, വാട്ട് ഈസ് ദാറ്റ്, എക്സ് സ്മോൾ എക്സ് ബിലോങ്സ് ടു എഫ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ പ്രൂഫ് കൊണ്ടുപോകുന്നത് ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ്. അതിനാൽ തന്നെ നമ്മൾ ഇഫ് പോസിബിൾ നെഗേഷൻ അസ്യൂം ചെയ്യുന്നു. ഇഫ് പോസിബിൾ വി മേ അസ്യൂം ദാറ്റ് അവർ എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ്. എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റിനകത്ത് ഇല്ലെങ്കിൽ നിർബന്ധമായും എക്സ് എഫിൻ്റെ കോംപ്ലിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് യുവർ എക്സ് ബിലോങ്സ് ടു കോംപ്ലിമെൻറ്റ് ഓഫ് എഫ്. ആൻഡ് യു നോ ദാറ്റ് യുവർ ക്യാപിറ്റൽ എഫ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ബൈ ദ അസംഷൻ. ദെർഫോർ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് യുവർ കോംപ്ലിമെൻറ്റ് ഓഫ് എഫ് ഈസ് എൻ ഓപ്പൺ സെറ്റ്. Here we have a point in our open set complement of f. ഓപ്പൺ സെറ്റ് ആയിട്ടുള്ള കോംപ്ലിമെൻ്റ് ഓഫ് എഫിനകത്താണ് ഇപ്പോൾ നമ്മുടെ എക്സ് ഇരിക്കുന്നത്. എഫിൻ്റെ കോംപ്ലിമെൻ്റ് ഓപ്പൺ ആകയാൽ അതിനകത്ത് വരുന്ന എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. അതായത് ഏതൊരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു നൈബർഹുഡ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ that set ഉണ്ടായിരിക്കും. So corresponding to x we have a epsilon neighborhood, call it as v epsilon of x, which is fully contained in your open set complement of f. V epsilon of x subset of complement of f. ഇപ്പോൾ കിട്ടിയത് നമ്മുടെ എക്സിൻ്റെ നൈബർഹുഡായിട്ടുള്ള വി എപ്സിലോൺ ഓഫ് എക്സ് പൂർണ്ണമായിട്ടും എഫിൻ്റെ കോംപ്ലിമെൻറ്റിലാണ്. എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന സെറ്റിനായിട്ട് ഈ പറയുന്ന നൈബർഹുഡ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫൈ ആയിരിക്കും. ദാറ്റ് ഈസ് വി എപ്സിലോൺ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഫൈ. ഇനി നമുക്കൊരു കാര്യം അറിയാം. ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു നമ്മൾ സ്മോൾ എക്സ് എടുത്തിരിക്കുന്നു. ഈ എക്സനുകളെല്ലാം എവിടുന്ന് എന്താണ്? എക്സനുകളെല്ലാം നമുക്ക് ക്യാപിറ്റൽ എഫിൽ നിന്ന് വന്നിരിക്കുന്ന സെറ്റുകളാണ്, പോയിന്റുകളാണ്. ഇനി ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു സ്മോൾ എക്സ് ആണെങ്കിൽ ബൈ ദ ഡെഫിനേഷൻ ഓഫ് കൺവെർജൻസ് ഓഫ് സീക്വൻസ് വി സേ ദാറ്റ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that നമ്മൾ പറയുന്നത് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഈ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത് ആക്ച്വലി
എക്സിൻ്റെ എപ്സിലോൺ നൈബർഹുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കറസ്പോണ്ടിങ് ടു അവർ എപ്സിലോൺ there is a natural number k belongs to n such that xn belongs to v epsilon for all n greater than or equal to k. നമ്മൾ ഡെഫിനിഷൻ വ്യത്യാസമായിട്ട് ഇവിടെ പറയുന്നത് xn belongs to v epsilon. അതിനർത്ഥം mod xn മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ പ്രകാരം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം നമ്മുടെ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കിട്ടുന്നു സീക്വൻസിൽ. ഈ സ്റ്റേജിനപ്പുറമുള്ള നിങ്ങളുടെ സീക്വൻസിലെ ടേമുകളെല്ലാം തന്നെ നിങ്ങൾ നേരത്തെ എടുത്ത എക്സിൻ്റെ നൈബർഹുഡ് ആയിട്ടുള്ള വി എപ്സിലോണിനകത്ത് ഉണ്ടാകുന്നു. നമുക്കറിയാം വി എപ്സിലോൺ പൂർണ്ണമായിട്ടും എവിടെയുള്ളതാണ്? വി എപ്സിലോൺ പൂർണ്ണമായിട്ടും കോംപ്ലിമെൻ്റ് ഓഫ് എഫിലാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്റ്റേജിനപ്പുറമുള്ള സീക്വൻസിലെ ടേമുകളെല്ലാം തന്നെ എഫിൻ്റെ കോംപ്ലിമെൻറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ സീക്വൻസ് അസംഷനിൽ എന്തായിരുന്നു? നമ്മുടെ സീക്വൻസ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു? നമ്മുടെ സീക്വൻസ് എടുത്തിട്ടുള്ളത് എഫിൽ നിന്നായിരുന്നു. അതായത് സീക്വൻസിലെ എല്ലാ ടേമുകളെല്ലാം തന്നെ എഫിലുള്ളതായിരുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരു സ്റ്റേജിനപ്പുറമുള്ള സീക്വൻസിലെ ടേമുകൾ എഫിനകത്ത് ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം അവ ഒരു അപ്പുറത്തുള്ള സീക്വൻസിലെ ടേമുകളെല്ലാം തന്നെ എഫിൻ്റെ കോംപ്ലിമെൻറ്റിനകത്താണ് കിടക്കുന്നത്. So this is a contradiction to our assumption. Therefore our assumption is wrong. What is our assumption? X belongs to capital F എന്ന് പറയുന്ന assumption എടുത്തപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് x not belongs to capital F എന്ന് പറയുന്ന assumption എടുത്തപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. So there is a contradiction, hence we get our x belongs to capital F. അതായത് എഫിനകത്തു നിന്ന് കൺവെർജിങ് ആയിട്ടൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് നിർബന്ധമായും ക്യാപിറ്റൽ എഫിനകത്ത് തന്നെ ഉണ്ടായിരിക്കും, എഫ് ക്ലോസ്ഡ് ആണെങ്കിൽ. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അസ്യൂം ചെയ്യുക? എക്സിന് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന സെറ്റിനകത്ത് നിന്ന് ഒരു സീക്വൻസ് എക്സൻ എടുത്ത് അത് കൺവെർജൻ്റ് ആണ്, അതിൻ്റെ കൺവെർജ് ചെയ്യപ്പെടുന്ന ലിമിറ്റ് ക്യാപിറ്റൽ എഫിനകത്ത് ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അവർ എഫ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ സെറ്റിനകത്ത് നിന്ന് ഒരു കൺവെർജൻറ്റ് സീക്വൻസ് എടുക്കണം. ആ കൺവെർജൻറ്റ് സീക്വൻസിൻ്റെ പോയിന്റ് നിങ്ങളുടെ സെറ്റിനകത്തുണ്ടായിരിക്കണം. അത്രയും നമ്മുടെ അസംഷനാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ക്ലോസ്ഡ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ക്ലോസ്ഡ് ആണെന്നാണ്. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ നെഗേഷൻ അസ്യൂം ചെയ്യുന്നു. If possible, we may assume that f is not closed. f closed ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കോംപ്ലിമെന്റ് ഓഫ് എഫ് ഓപ്പൺ ആണെന്നാണ്. എഫ് ക്ലോസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോംപ്ലിമെന്റ് ഓഫ് എഫ് ഓപ്പൺ അല്ല എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ദ കോംപ്ലിമെന്റ് ഓഫ് എഫ് ഈസ് നോട്ട് ഓപ്പൺ. ഞാൻ കോംപ്ലിമെന്റ് ഓഫ് എഫിനെ ഇവിടെ ജി എന്ന് പറഞ്ഞ ഒരു സെറ്റായിട്ട് എടുക്കുന്നു. സോ ഹിയർ ജി ഇസ് ഈക്വൽ ടു കോംപ്ലിമെന്റ് ഓഫ് എഫ് വിച്ച് ഈസ് നോട്ട് ഓപ്പൺ. ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സെറ്റിലെ എല്ലാ പോയിന്റും ഇൻറ്റീരിയർ പോയിന്റ് ആണെന്നാണ്. ഒരു സെറ്റ് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സെറ്റിലെ ഏതോ ഒരു പോയിന്റെങ്കിലും ഇൻറ്റീരിയർ പോയിന്റ് ആകുന്നില്ല എന്നാണ്. അതായത് ഇൻറ്റീരിയർ പോയിന്റ് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പോയിന്റ് ഉൾപ്പെടുന്ന അതിൻ്റെ ഒരു നൈബർഹുഡ് മുഴുവനായിട്ടും നിങ്ങളുടെ സെറ്റിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ എടുക്കുന്നു വൈ നോട്ട് ബി ദാറ്റ് പോയിന്റ്. അതായത് ജി ഓപ്പൺ അല്ല, ഇപ്പോൾ ജിനകത്ത് ഇൻറ്റീരിയർ പോയിന്റ് അല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ എടുത്തത് ഇപ്പോൾ വൈ നോട്ട് ആയിട്ടാണ്. ഒന്നാവില്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടാവുക, എന്തായാലും ഒരെണ്ണെങ്കിലും ഉണ്ടായിരിക്കും. സോ വി ടേക്ക് വൈ നോട്ട് ഈസ് സച്ച് എ പോയിന്റ്. വൈ നോട്ട് അങ്ങനെ ഒരു പോയിന്റ് ആണെങ്കിൽ വൈ നോട്ടിന് ഒറ്റ നൈബർഹുഡും ഉണ്ടാവില്ല ജി എന്ന് പറയുന്ന നമ്മുടെ സെറ്റിനകത്ത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ വൈനോട്ടിൻ്റെ ഏതൊരു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സബ്സെറ്റ്, ആ നൈബർഹുഡിനകത്തുള്ള എല്ലാ പോയിന്റും നിങ്ങളുടെ ജീനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഫുള്ളി കണ്ടെയ്ൻ എന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ പറഞ്ഞത് ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുക? നമ്മൾ വൈനോട്ടിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ജീനില്ലാത്ത ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ടേക്ക് V1/n, അതൊരു ജനറലൈസേഷൻ ആണ്. അതായത്
ആദ്യം n-ന് 1 കൊടുക്കുന്നു. നാച്ചുറൽ നമ്പേഴ്സ് ആണ് n സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് v1 എന്ന് പറയുന്ന ഒരു y0ന്റെ നൈബർഹുഡ് കിട്ടുന്നു. v1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശം y0 സെന്റർ ആയിട്ട് അല്ലെങ്കിൽ y0ന്റെ 1 റേഡിയസ് ഉള്ള ഒരു നൈബർഹുഡ് എന്നാണ് v1 ഓഫ് y എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ y0ന്റെ ഒരു നൈബർഹുഡ് ആണ് v1 ഓഫ് y0. അപ്പോൾ അത് മുഴുവനായിട്ടും g0 ഉണ്ടാവില്ല. സോറി, g0 അല്ല, അത് മുഴുവനായിട്ടും ജിയിൽ ഉണ്ടാവില്ല. അത് ജിയിലില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ജിയിലില്ലാത്തത് ഉണ്ടായിരിക്കും. ജിയിലില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ജി എന്ന് പറഞ്ഞാൽ എന്താ? എഫിന്റെ കോംപ്ലിമെന്റ്. ജിയിലില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് എഫിൽ ഉണ്ടായിരിക്കണം. സോ you take first n equal to 1, then you get v1 of y0. That neighborhood of y0 contains at least one point of capital F. That means the complement of g. ജിയുടെ കോംപ്ലിമെന്റിൽ ഉണ്ടായിരിക്കണം. ജിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ജിയുടെ കോംപ്ലിമെന്റിൽ ഉണ്ടായിരിക്കണം. ജിയുടെ കോംപ്ലിമെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്യാപിറ്റൽ എഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ നൈബർഹുഡ് ഞാൻ എടുത്തു v1 ഓഫ് y0. അതിനകത്ത് ഒരു പോയിന്റ് എങ്കിലും എഫിലുള്ളതുണ്ടായിരിക്കണം. അതിനെ ഞാൻ പേര് വിളിക്കുന്നു y1. അടുത്ത ഞാൻ n equal to 2 കൊടുക്കുന്നു. അപ്പോൾ v1/2 ഓഫ് y0 കിട്ടുന്നു. അപ്പോൾ എനിക്ക് 1/2 റേഡിയസ് ഉള്ള y0ന്റെ ഒരു നൈബർഹുഡ് കിട്ടി. ഈ നൈബർഹുഡും എന്തായാലും പൂർണ്ണമായിട്ടും ജീനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ജീനകത്തില്ലാത്ത ഒരു പോയിന്റ് ഈ നൈബർഹുഡിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റണം. ആ പോയിന്റാണ് ഞാൻ y2 എന്ന് എടുക്കുന്നത്. ആ y2 എവിടെയായിരിക്കും? അത് ക്യാപിറ്റൽ എഫിലായിരിക്കും. അപ്പോൾ ഞാൻ n equal to 2 കറസ്പോണ്ടിങ് ആയിട്ട് y2 എന്ന് പറഞ്ഞിട്ട് പോയിന്റ് കിട്ടി. ഞാൻ n equal to 3 കൊടുത്തു കഴിഞ്ഞാലും ഒരു നൈബർഹുഡ് കിട്ടും. ഇതുപോലെ y3 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോയിന്റ് കിട്ടും. അങ്ങനെ n-ന് ഏത് നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഒരു നൈബർഹുഡ് കിട്ടുന്നു. ആ നൈബർഹുഡ് എന്തായാലും ക്യാപിറ്റൽ ജിനകത്ത് മുഴുവനായിട്ടും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് yn എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കാൻ പറ്റുന്നു. ആ പോയിന്റ് നിങ്ങളുടെ ക്യാപിറ്റൽ എഫിനകത്ത് ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് വി ഗെറ്റ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് y1, y2, y3, etc. Each yns belongs to your capital F. So your sequence yn is exactly a sequence from your capital F. ഇനി സീക്വൻസ് yn പ്രത്യേകത എന്താ നോക്കാം. സീക്വൻസ് yn n ഡെവലപ്പ് ചെയ്യും തോറും y0 അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? n ഡെവലപ്പ് ചെയ്യും തോറും y0ന്റെ നൈബർഹുഡിന്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ 1 കൊടുത്തപ്പോൾ കിട്ടിയത് റേഡിയസ് 1, രണ്ടാമത് കൊടുത്തപ്പോൾ കിട്ടിയത് 1/2 റേഡിയസ്, പിന്നെ 1/3 റേഡിയസ്, പിന്നെ 1/4 റേഡിയസ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ടെൻഡിങ് ടു യുവർ y0. സോ ആ നൈബർഹുഡിനകത്ത് നിന്നാണ് നമ്മുടെ yn എന്ന് പറയുന്ന പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ യുവർ സീക്വൻസ് yn is exactly converging to, which always converging to your point y0 by the construction. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ ഇതാണ്. നിങ്ങൾ ഏതൊരു എപ്സിലോൺ അത് നമുക്ക് പറയാവുന്ന ഒരു ഐഡിയ ഇതാണ്. നമുക്ക് എന്താണ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ പ്രകാരമൊക്കെ പറയാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു എപ്സിലോൺ ചൂസ് ചെയ്യുക. ഒരു എപ്സിലോൺ ചൂസ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നാച്ചുറൽ നമ്പർ കിട്ടണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/ε എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കിട്ടും. ഈ 1/ε എന്ന് പറയുന്ന നമ്പറിനേക്കാളും വലുതായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു നാച്ചുറൽ നമ്പർ k കണ്ടുപിടിക്കാൻ സാധിക്കും ബൈ ദ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ കെനേക്കാൾ വലുതായിട്ട് സഫിക്സ് വരുന്ന ഏതൊരു yn-കളും മോഡുലസ് ഓഫ് yn മൈനസ് y0 ലെസ് ദാൻ 1/n വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ വി ഗെറ്റ് എ നാച്ചുറൽ നമ്പർ k such that modulus of yn minus y0 less than 1/n, so which is less than epsilon for all n greater than or equal to your stage capital K. That means your yn is actually converging to y0. So here sequence yn is a sequence from your capital F and which is converging sequence and which is converging to the point y0. Then by the assumption, എന്തായിരുന്നു assumption എന്തായിരുന്നു? എഫ് എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്ത് ആ സെറ്റിനകത്തുനിന്ന് ഒരു കൺവെർജിങ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അത് കൺവെർജ് ചെയ്യപ്പെടുന്ന പോയിന്റും ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ yn is a converging sequence from your capital F which is converging to y0. Then by the assumption your y0 belongs to capital F. But what is y0? നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള y0 എവിടെയായിരുന്നു? y0 belongs to g. What is g? The complement of f. ഇപ്പോൾ y0 എന്ന് പറയുന്ന പോയിന്റ് എഫിലും ഉണ്ടാവണം, f0 കോംപ്ലിമെന്റ് ഓഫ് എഫിലും ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ അസംഷൻ ഇസ് റോങ്. വാട്ട് ഇസ് അവർ അസംഷൻ? എഫ് ഈസ് നോട്ട് ക്ലോസ്ഡ് എന്ന് അസ്യൂം ചെയ്താണ് നമ്മുടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്.
സോ ദാറ്റ് മീൻസ് വി ഗെറ്റ് എഫ് ഈസ് ക്ലോസ്ഡ്. സോ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, എഫ് ക്ലോസ്ഡ് ആണെന്നാണ്. സോ 2 implies 1. അപ്പോൾ ഇത് നമുക്ക് ആദ്യം 1 implies 2 പ്രൂവ് ചെയ്തു, രണ്ടാമത് 2 implies 1 പ്രൂവ് ചെയ്തു. ഹെൻസ് ദീസ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇക്വലന്റ്. താങ്ക് യു.